സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്രേസൽ വെർബിനെ പറ്റിയാണ്. നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ തമ്പനയിൽ ആ പിക്ചറിൽ കണ്ടതുപോലെ തന്നെ ഈ തിളച്ചു തൂവുക എന്നുള്ളതിന് ബോയിൽ ഓവർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ നമ്മുടെ പാലൊക്കെ തിളച്ച് തൂകാറുണ്ട് അല്ലേ? അപ്പോൾ ഈ പാൽ ചട്ടിക്ക് നമ്മൾ എന്താണ് പറയുന്നത്? അതിന് നമ്മൾ മിൽക്ക് പാൻ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ജസ്റ്റ് പാൻ എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ ദി മിൽക്ക് പാൻ, അല്ലെങ്കിൽ ജസ്റ്റ് പാൻ പറഞ്ഞാലും മതി. അതർവൈസ് ഇറ്റ് വിൽ ബോയിൽ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ ഒരു കണ്ണ് വേണം അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ശ്രദ്ധിച്ചോണം, അതല്ലെങ്കിൽ അത് തിളച്ച് തൂകും. പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ ദി പാൻ, അതർവൈസ് ഇറ്റ് വിൽ ബോയിൽ ഓവർ. അപ്പോഴേ തിളച്ച് തൂവുക, ബോയിൽ ഓവർ, മറക്കരുത്. ഇനി ബോയിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ കുറുക്കുന്നതിനാണ് പറയുക. ഈ കുറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോഴേ സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒത്തിരി വെള്ളം അങ്ങോട്ട് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ആവശ്യം ഭയങ്കര ചാറായിട്ട് ഇരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് റോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ശ്രദ്ധിക്കുക, ഈ റോസ്റ്റ് നമ്മൾ പറയാറില്ലേ, ഇപ്പം പിന്നെ ഇറച്ചി റോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ഗ്രേവി ഒക്കെ നന്നായിട്ട് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടി, ചാറൊക്കെ നല്ല കൊഴുത്തിരിക്കാൻ വേണ്ടി അല്ലേ? അതിനാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സത്യത്തിൽ വിദേശികൾ റോസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നിനാണ്. അതായത് സാധാരണ അവർ ഈ എണ്ണയൊന്നും ചേർക്കാതെ തീയിൽ വെച്ച് വറുത്തുണ്ടാക്കുന്നതിനാണ്, പിന്നെ ചൂടാക്കി ഉണ്ടാക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. പ്രത്യേക രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ സൺഡേ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇറച്ചിക്കകത്ത് വലിയ മസാലകളൊന്നും ചേർക്കാതെ കിഴങ്ങ് വെജിറ്റബിൾസും എല്ലാം കൂടി നമ്മൾ കഴിക്കുന്ന ഒരു രീതി, അതാണ് റോസ്റ്റാണ്. അതിന് റോസ്റ്റ് മീൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സൺഡേ റോസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ റോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ മലയാളികളുടെ റോസ്റ്റ് നമ്മൾ പറയാറില്ലേ? ഓക്കെ, അപ്പോഴെന്താണ്? പ്ലീസ് ബോയിൽ ഡൗൺ ദ കറി ടു മേക്ക് ഇറ്റ് മോർ ഫ്ലേവർസം. ഓക്കെ, ഈ ഫ്ലേവർസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ല. ടേസ്റ്റി നമ്മൾ പറയുന്നതിന് സത്യത്തിൽ ടേസ്റ്റി നല്ല യഥാർത്ഥ വേർഡ് ഫ്ലേവർസം എന്നുള്ളതാണ്. അപ്പോഴെന്താണ്? കുറച്ച് കുറുക്കുക, അന്നേരം ഇച്ചിരി നല്ല ഒരു രുചിയാകൂ. ചോപ്പ് അപ്പ് എന്നുള്ള പറഞ്ഞ അർത്ഥം ചെറുതായിട്ട് മുറിക്കുന്നതിനാണ് ചോപ്പ് അപ്പ് എന്ന് പറയുന്നത്. അതിന് ജസ്റ്റ് ചോപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ ചോപ്പ് അപ്പ് എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഈ ചോപ്പ് അപ്പ്, ട്രീസ ചോപ്ഡ് അപ്പ് ദി ഓണിയൻസ് ഫോർ ദി സാലഡ്. ഓക്കെ, അപ്പോൾ ട്രീസ എന്ത് ചെയ്തു? ചോപ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതായിട്ട് മുറിച്ചു അല്ലേ? കഴിഞ്ഞതായതുകൊണ്ടാണ് എന്താണ് ഈ ചോപ്ഡ് അപ്പ് എന്ന് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ആദ്യത്തെ ഈ ചോപ്പ് അപ്പ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ചോപ്പ് എന്നുള്ളത് എന്താണ്? ഈ ഒരു ബേസ് വെർബാണ്, അതിൻ്റെ വീറ്റുമാണ് ചോപ്ഡ്. അങ്ങനെ ചോപ്ഡ് അപ്പ് എന്ന് വന്നു. ഇനി നമ്മൾ ചോദിക്കുന്നത്, കുഡ് യു പ്ലീസ് ചോപ്പ് അപ്പ് ദീസ് വെജിറ്റബിൾസ്? ഓക്കെ, നീ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാവോ? ഇവിടെ എഴുതിയിരിക്കുന്ന വെജിറ്റബിൾസ് എന്നാണ് അല്ലേ? പക്ഷെ ഞാൻ എന്താണ് പറഞ്ഞത്? വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ യഥാർത്ഥ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ വെജിറ്റബിൾസ് എന്നാണ്, വെജിറ്റബിൾസ്. അപ്പോൾ നമ്മളെന്താണ് വെജിറ്റബിൾസ് എന്നല്ല പറയേണ്ടത്, ഒന്നിച്ചങ്ങ് പെട്ടെന്ന് അങ്ങ് സ്പീഡിൽ പറയാം. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, എന്താണ് പറയേണ്ടത്? വെജിറ്റബിൾസ്. ഓക്കെ, വെജിറ്റബിൾസ് അല്ല, വെജിറ്റബിൾസ് അല്ല, ചിലർ അങ്ങനെ പറയാറുണ്ട്. എന്താണ്? വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തെറ്റ് പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ ഭാഷയാണ്, നമ്മൾ പഠിക്കുന്നതാണ്, നമ്മളിതൊക്കെ എന്താണ് പഠിച്ചെടുക്കുന്നതാണ് അല്ലേ? നമ്മൾ ഭാഷ ജനിക്കുമ്പോൾ ഉള്ളതല്ലല്ലോ, അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തെറ്റ് വരുത്തുന്നതിന് നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കേണ്ട, ധൈര്യമായിട്ട് തെറ്റ് വരുത്തി തന്നെ പഠിക്കുക. അപ്പോൾ ഇതിനെ തൊട്ട് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി കട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഫ്രേസൽ വെർബ്സിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഫ്രേസൽ വെർബുകളെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ പല അർത്ഥങ്ങളും കാണും. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് പേരെ കമൻറ്റ്സിലൊക്കെ എഴുതാറുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്ദി നിങ്ങൾ കമൻറ്റ് എഴുതുന്നതിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതും, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഇടുക. അപ്പോഴെന്താണ് ഈ കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മളിപ്പോഴും ഉദാഹരണം, ഈ പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ കുഴച്ച് വെച്ചതിന് ശേഷം ഈ മുറിച്ചെടുക്കുമല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, കത്തി വെച്ച് സാധാരണ മുറിച്ചെടുക്കുകയാണെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡയമണ്ട് കട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഉണ്ടാക്കാറുണ്ടല്ലോ, നമ്മളൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാറുണ്ടല്ലോ, അതിനൊക്കെ എന്താണ് ഒരു പ്രത്യേക ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ കട്ട് ഔട്ട് എന്ന് പറയുന്നത്, ആകൃതിയിൽ കണ്ടിക്കുക എന്നുള്ളതാണ്. After preparing the dough, you need to cut out it to make
എന്തെങ്കിലും ആയിക്കോട്ടെ, പൊറോട്ട ആകാം, അതല്ലെങ്കിൽ ഡയമണ്ട് കട്ട്സ് ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാഷ് ഇട്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഡൗ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. നമ്മളിങ്ങനെ കുഴച്ച് വെക്കുന്നതിനാണ് ഡൗ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എന്താണ് ഈ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഒക്കെ ഇങ്ങനെ കുഴച്ച് അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെക്കത്തില്ലേ, അതിനാണ് ഡൗ എന്ന് പറയുന്നത്. ഇനി ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനാണ് ഈറ്റ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്നല്ലാതെ പുറത്ത് പോയി ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനാണ് ഈറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വി ഈറ്റ് ഔട്ട് അറ്റ് എ കേരള റെസ്റ്റോറൻറ്റ് എവറി സാറ്റർഡേ. ഓക്കെ, അപ്പോൾ എല്ലാ സാറ്റർഡേയും ഞങ്ങൾ എന്ത് ചെയ്യും, പുറത്ത് പോയാണ് കഴിക്കുന്നത്, ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട് മൊത്തം കഴിക്കണം കേട്ടോ, അതായത് പ്ലേറ്റിനകത്ത് ഒന്നും മിച്ചം വെക്കരുതെന്ന് പറഞ്ഞില്ലേ, അതിനാണ് എന്ത് പറയുന്നത്, കളയാതെ മുഴുവൻ കഴിക്കണം എന്ന് പറയുന്നതാണ് ഈറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോഴേ ശ്രദ്ധിക്കുക. അപ്പോൾ എഡ്വേർഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനോട് പറയണേ, എഡ്വേർഡ് പ്ലീസ് ഈറ്റ് അപ്പ്, ഐ ഡോണ്ട് വാണ്ട് യു ടു വേസ്റ്റ് ദ ഫുഡ്. ഓക്കെ, ഇപ്പോൾ എഡ്വേർഡിനോട് എന്താണ് പറയുന്നത്, എഡ്വേർഡ് നീ കേക്ക്, നീ ഭക്ഷണം മുഴുവൻ കഴിച്ചോണം, അവിടെ ബാക്കി വെക്കരുത്, ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. വാമപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും ചൂടാക്കുന്നതിനാണ് വാമപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജ് വെക്കാറുണ്ട് അല്ലേ, അതിനുശേഷം നമ്മളെടുത്ത് ചൂടാക്കുന്നതിനാണ് വാമപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആദ്യം എക്സസൈസ് ചെയ്യുന്നവർക്കറിയാം, അവർ ആദ്യം ഒന്ന് വാമപ്പ് ചെയ്യും അല്ലേ, ഒന്ന് ചാടുകയോ അല്ലെങ്കിൽ ഓടുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്ത് ഒന്ന് വാമപ്പാവും അല്ലേ. ഇപ്പോൾ അതിനും പറയാവുന്നതാണ്. അതല്ലാതെ ഇതിപ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വീണ്ടും ചൂടാക്കുന്നതിനാണ് പറയുന്നത്. ഓക്കെ, ഐ എം റിയലി ഹംഗ്രി, കുഡ് യു പ്ലീസ് വാം അപ്പ് ദ റൈസ്. ഓക്കെ, എന്താണ്, ഞാൻ ഭയങ്കര വിശന്നിരിക്കുകയാണ്, ആ റൈസ് ഒന്ന് ചൂടാക്കാവോ, ആ ചോറൊന്നെടുത്ത് ഒന്ന് ചൂടാക്കാവോ എന്ന് ചോദിക്കുന്നത്, അതിനാണ് വാമപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിക്കപ്പ്, സാധാരണ ഈ പോയി എടുത്തുകൊണ്ട് വരുന്നതിനാണ് സാധാരണ പിക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയി കൂട്ടിക്കൊണ്ട് വരിക, അതിനൊക്കെ നമുക്ക് പിക്കപ്പ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ദ ഹോട്ടൽ ടു പിക്കപ്പ് അവർ ഓർഡർ. ഓക്കെ, എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പൊറോട്ടയും ബീഫ് ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു, അത് പോയി എടുത്തുകൊണ്ട് വരാൻ പോവുകയാണെന്നുള്ള പറയുന്നത്. അപ്പോഴെന്താണ്, ഐ എം ഗോയിങ് ടു ദ ഹോട്ടൽ ടു പിക്കപ്പ് അവർ ഓർഡർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഷി പിക്ഡ് അപ്പ് ദ കിഡ്സ് ഫ്രം ദ സ്കൂൾ. ഓക്കെ, അവൾ എന്ത് ചെയ്തു, അവരെ വിളിച്ചുകൊണ്ട് വന്നു എന്നാണ്, ഷി പിക്ഡ് അപ്പ്. ഓക്കെ, അവിടുന്ന് അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോഴങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് നമ്മുടെ ഈ 1500 വേർഡിൻ്റെ വൊക്കാബുലറി ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതാണ്. പലരും ചോദിച്ചു അത് പബ്ലിഷ് ചെയ്തോ, തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല, ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, നമ്മളത് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ എഴുതുക തീർച്ചയായിട്ടും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.